അടുത്ത കാലം വരെ സിനിമാ പോസ്റ്ററുകൾ താരങ്ങളുടെ ആ ചിത്രത്തിലെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട സീനുകളുടെ അവതരണം മാത്രമായിരുന്നു. അതിൽ തന്നെ താരങ്ങളുടെ തലക്കായിരുന്നു പ്രാമുഖ്യം. ഇപ്പോൾ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. വരകളും വർണ്ണങ്ങളും ഭാവനാലോകവും സിനിമാ പോസ്റ്ററുകളും പ്രത്യക്ഷമാകുന്നു. അതിന് ചെറുതല്ലാത്ത പങ്കുവച്ച വ്യക്തിയാണ് ഇരിങ്ങാലക്കുട സ്വദേശി പ്രതുൽ. മലയാളത്തിൽ നേരത്തിൽ തുടങ്ങി ആമയും മുയിലും ആക്ഷൻ ഹീറോ ബിജുവിലൂടെ സഖാവിലെത്തി നിൽക്കുന്നു പ്രതുലിൻ്റെ ഡിസൈനിങ് മികവ്. തമിഴിൽ നൻപനും ഏഴാം അറിവും നൽകിയ കരുത്തിൽ മുൻനിര പോസ്റ്റർ ഡിസൈനറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. മലയാളത്തിൽ ഞാൻ ഏകദേശം വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. തമിഴിലാണ് അധികം ചെയ്യുന്നത്. മലയാളത്തിൽ ഞാൻ 24M ചെയ്ത വർക്കാണ് നേരം എന്നുള്ള സിനിമയുടെ പോസ്റ്റേഴ്സ്. അതിനുശേഷം ആമയും മുയലും പ്രിയദർശൻ സാറിൻ്റെ ചിത്രം, അതിനുശേഷം ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ആക്ഷൻ ഹീറോ ബിജു, പിന്നെ ആനന്ദം, വീരത്തിൻ്റെ റിലീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് ചെയ്തത്. പിന്നെ റീസെൻ്റ്ലി സഖാവ്, അതാണിപ്പോൾ അടുത്ത് ഫിനിഷ് ചെയ്ത വർക്ക്. കടും നിറങ്ങളും വരകളും വ്യാപകമായി പോസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന പ്രതുൽ സിനിമയുടെ സ്വഭാവമനുസരിച്ച് അല്പസ്വല്പം ഭാവനയും കൊണ്ടുവരാറുണ്ട് അവതരണത്തിൽ. വിനീത് ശ്രീനിവാസിനെ പോലെയുള്ള സംവിധായകരും നിവിൻ പോളിയെ പോലെയുള്ള താരങ്ങളും നൽകിയ പിന്തുണയാണ് പരീക്ഷണങ്ങൾക്ക് കരുത്തായതെന്ന് പ്രതുൽ പറയുന്നു. മലയാളത്തിലാണെങ്കിൽ നിവിൻ പോളി നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം തരുന്ന ആളാണ്. അദ്ദേഹം വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്ററുകൾ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നല്ല വർക്കുകൾ വരുമ്പോൾ തന്നെ തീർച്ചയായും അവർ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ തമിഴിലാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി പോസ്റ്ററൊക്കെ പലരും വിളിക്കാറുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകളും കൂടുതലും സംവിധായകർക്കാണ് ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കാറുള്ളത്. തിയേറ്റർ ജീവനക്കാരൻ്റെ മകൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിലെങ്ങോ ഉറഞ്ഞുകൂടിയ മോഹമായിരുന്നു സിനിമ. ആദ്യം അത് അഭിനയത്തിലായിരുന്നു. പിന്നീടത് സ്വതസിദ്ധമായ കഴിവുള്ള വരകളിലേക്ക് മാറി. അങ്ങനെ തെന്നിന്ത്യൻ സിനിമാ നഗരമായ ചെന്നൈയിലേക്ക് കൂടുമാറുകയായിരുന്നു പ്രതുൽ. ആദ്യം ഒരു കമ്പനിയിൽ സിനിമാ പോസ്റ്റർ ഡിസൈനിങ് ചെയ്തു തുടങ്ങി. കഴിഞ്ഞ 3 വർഷമായി പ്രതുൽ സ്വന്തമായി തന്നെ സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.